കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്. 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീ രമേശ് ഹു വാസ് ബോൺ ആൻഡ് ബ്രോട്ട് ഇൻ ഇന്ത്യ went for further studies to the UK on 1st March 2023 and came back to India on 1st October 2024 early in the morning. Find out his residential status for the assessment year 2025-26. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, രമേശ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഫർദർ സ്റ്റഡീസിന് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നത് എപ്പോഴാണ്? 1st March 2023 ആണ്. ഓക്കെ, എന്നിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഒക്ടോബർ 24 അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ നമ്മൾ നോക്കേണ്ടത് എന്താണ്? റെസിഡൻ്റ് ആണോ അതേപോലെ നോൺ റെസിഡൻ്റ് ആണോ നോക്കണം. റെസിഡൻ്റ് തന്നെ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് നോക്കണം. ഓർഡിനറി റെസിഡൻ്റ് ആണ് അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് നോക്കാൻ ആദ്യം റെസിഡൻ്റ് നോക്കണം. റെസിഡൻ്റ് ആകുന്നത് എങ്ങനെയാണ്? രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? അയാൾ ഇന്ത്യയിൽ പ്രീവിയസ് ഇയർലി 182 ദിവസം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രമേശ് എന്ന് പറയുന്ന ആൾ 1st October 2024 ഇന്ത്യയിലേക്ക് വരുന്നത് പ്രീവിയസ് ഇയർലി. നമ്മുടെ പ്രീവിയസ് ഇയർ 2024-25 നിലവിലുള്ള പ്രീവിയസ് ഇയർ വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, അയാൾ ഒക്ടോബർ 31 ദിവസം ഇന്ത്യയിലുണ്ടാകും, നവംബർ 30 ദിവസം ഉണ്ടാവും, ഡിസംബർ 31 ദിവസം ഉണ്ടാവും, അതേപോലെ ജനുവരി 31 ദിവസം, ഫെബ്രുവരി 28 ദിവസം, മാർച്ച് 31 വരെ എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ രമേശ് ഇന്ത്യയിൽ മോർ ദാൻ എന്ത് ചെയ്യുന്നുണ്ട്? 182 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 152 ദിവസം പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അയാൾ ആരാണ്? റെസിഡൻ്റ് ആണെന്ന് നമുക്ക് ആദ്യം പറയാം. ഇനി ഇയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് നോക്കാൻ ബേസിക് അഡീഷണൽ കണ്ടീഷൻസിൽ നിന്നും 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ ആരാണ്? ഓർഡിനറി റെസിഡൻ്റ് ആണ്. 2 അഡീഷണൽ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 7 ഇയർലി 730 ഡേയ്സ് ഇന്ത്യയിലുണ്ടാകുക. ഇനി പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ അയാൾ 2 വർഷം റെസിഡൻറ്റുമായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇയാൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു പോകുന്നത് 2023 സ്റ്റഡി ചെയ്യാൻ. അയാൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ അയാൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൻ്റെ 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആണ്. 730 ഡേയ്സ് 7 ഇയറിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഓർഡിനറി റെസിഡൻ്റ് കൂടെയാണ്. അപ്പോൾ രമേശ് എന്ന് പറയുന്ന ആൾ റെസിഡൻറ്റുമാണ്, ഓർഡിനറി റെസിഡൻറ്റും കൂടെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2022 ബികോമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ BBAക്ക് ചോദിച്ചായിരുന്നു, ഇത് ബികോമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ശ്രീ ശ്യാം ഹു വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇന്ത്യ went for further studies to UK on 1st March 2023 then came back to India on 1st October 2024 early in the morning. Find out his residential status. ഇവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇവിടെ പേര് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സെയിം രീതിയിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ പി കം ടു ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം on 1st November 2023 during his stay in India up to 30th October 2024. He stayed at Mumbai up to 10th May 2024 and thereafter remained in Bangalore till his departure from India. Determine his residential status for the assessment year 2025-26 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? 2023 വരുന്നത്. അതിനുശേഷം അയാൾ ഒക്ടോബർ 2024 വരെ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ 2024-25 ഈ പ്രീവിയസ് ഇയറിൽ അയാൾ 182 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കും. കാരണം 1st April മുതൽ ഒക്ടോബർ 30 വരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 182 ദിവസം എന്തായാലും കിട്ടും. അപ്പോൾ അയാൾ ഇന്ത്യയിൽ 182 ദിവസം ഉണ്ട്. അയാൾ റെസിഡൻ്റ് ആണ്.
ഇനി അയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നോക്കണം. അയാൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് നവംബർ 2023 മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പൊന്നും അയാൾ ഇന്ത്യയിലില്ല. അപ്പോൾ അയാൾ 7 ഇയറിൽ 730 ഡേയ്സ് ഉണ്ടാകണമെന്നില്ല. അതേപോലെ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻറ്റും ആയിരിക്കില്ല. അപ്പോൾ ഇയാൾ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ റെസിഡൻ്റ് ആണ്, പക്ഷെങ്കിൽ എന്തല്ല, ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, റെസിഡൻ്റ് ആണ്, ഓർഡിനറി റെസിഡൻ്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി സെയിം മോഡൽ മറ്റൊരു ക്വസ്റ്റ്യൻ 2021 ബികോമിന് ചോദിച്ചതാണ്. ബികോമിന് തന്നെയാണ് നേരത്തെ ക്വസ്റ്റ്യന് ചോദിച്ചത്. മിസ്റ്റർ പ്രമോദ് ആൻ ഇന്ത്യൻ ഒറിജിൻ കെയിം ടു ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം. ഇവിടെയും ആദ്യമായിട്ടാണ് വരുന്നത്. 1 നവംബർ 2023 സ്റ്റേഡ് അറ്റ് മുംബൈ അപ് ടു 10th May 2024 ആൻഡ് ദെയർ റിമൈൻഡ് ഇൻ ബാംഗ്ലൂർ ടിൽ ഹിസ് ഡിപ്പാർച്ചർ ഓൺ 20th October 2024. ഇവിടെയും ഒക്ടോബറിൽ തന്നെയാണ് അയാൾ തിരിച്ചു പോകുന്നത്. ഡിറ്റർമൈൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻറ്റും ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത 2021 മൂന്നാമത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എയർ ലിമിറ്റഡ് ഈസ് എ ഫോറിൻ കമ്പനി ഇൻ ദി പ്രീവിയസ് ഇയർ 2024-25. ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇൻ ഇന്ത്യ. ഡിറ്റർമൈൻ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എയർ ലിമിറ്റഡ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2025-26. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെയും അസസ്മെൻറ്റ് ഇയർ ഞാൻ മാറ്റിക്കൊടുത്തതാണ്. നിലവിലുള്ള പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ കമ്പനിയുടെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഒന്നുകിൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ആണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പ്രീവിയസ് ഇയർലി ഇന്ത്യയിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രീവിയസ് ഇയർലി ഇതിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ലിമിറ്റഡ് വിൽ ബി കൺസിഡേർഡ് ആസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2024 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ എക്സ് ലെഫ്റ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഇവിടെയും ഫസ്റ്റ് ടൈമാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. ഓൺ 1st April 2019 ആൻഡ് കെയിം ബാക്ക് ഇൻ 30th June 2024 ആൻഡ് സ്റ്റേഡ് ഹിയർ. ഐഡൻറ്റിഫൈ ഇസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യുന്നത് 152 ദിവസത്തിൽ കൂടുതൽ കൊണ്ട് വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ അയാൾ വരുന്നത് പ്രീവിയസ് ഇയറിൽ വന്നത് 2000 ജൂണിലാണ് വന്നത്. അപ്പോൾ ജൂണിന് ശേഷം അയാൾ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ 152 ദിവസം എന്തായാലും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അയാൾ എന്താണ്, റെസിഡൻ്റാണ്. എന്നാൽ അഡീഷണൽ കണ്ടീഷൻസ് എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. അഡീഷണൽ കണ്ടീഷൻസിൽ വരുന്ന ഒരു അഡീഷണൽ കണ്ടീഷൻ എന്തായിരുന്നു? പ്രീവിയസ് ഇയറിൻ്റെ, അതായത് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നത് എപ്പോഴാണ്? 2024-25 ഇതിന് മുമ്പുള്ള 7 ഇയർ എടുക്കുന്നു. ഇതിനു മുമ്പുള്ള 7 ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉള്ളതെപ്പോഴാണ്? 2019 അയാൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 7 ഇയർ 2023, 24, അതേപോലെ 22, 21, 20, 21, അതേപോലെ 19, 20, അതേപോലെ 18, 19. ഈ 18, 19 എന്നുള്ളിടത്താണ് ഇയാൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 ഇയർ എടുക്കണം. 7 ഇയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഏതുവരെ വരും? 2017-18 വരെ വരും. ഈ 2017-18 അയാൾ ഇന്ത്യയിലുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ 18-19 എടുക്കുമ്പോൾ അയാൾ ഇന്ത്യയിൽ ഫുള്ളില്ല എന്ന് പറഞ്ഞാൽ അയാൾ പ്രീവിയസ് ഇയറിന് തൊട്ടുമുമ്പുള്ള 7 ഇയറിൽ 730 ഡേയ്സ് എന്ത് ചെയ്യുന്നില്ല, തികയുന്നില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അയാൾ എന്തല്ല 10 ഇയർ എടുത്ത് നോക്കുമ്പോൾ 2 വർഷം റെസിഡൻറ്റും അല്ല. അതുകൊണ്ട് അഡീഷണൽ കണ്ടീഷൻസ് എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾ ആരായിരിക്കും? റെസിഡൻ്റ് ആണ്. പക്ഷെങ്കിൽ ഇയാൾ എന്തല്ല, ഓർഡിനറി റെസിഡൻറ്റ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇയാൾ വരുന്നത്. ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീ അമിതാഭ് ബച്ചൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ വെൻറ്റ് ടു അമേരിക്ക ഓൺ 1st April 2024. 2024 ഇയാൾ എന്ത് ചെയ്യാണ്? അമിതാഭ് ബച്ചൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഫോർ എ ഫിലിം ഷൂട്ടിംഗ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. He had to stay there just after shooting. He came back to India on 25th September 2024. He had to go again 8th December 2024 and return to India on 15th February 2025. Is Sri Amitabh Bachchan resident in India for the assessment year 2025-26 if not overline എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇയാൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ആദ്യമായിട്ട് പോയാണ് 1st April 2024 പോകുന്നത്. ഇയാൾ ഇന്ത്യയിൽ തിരിച്ചു വരുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 25 തിരിച്ചു വരുന്നത്. സെപ്റ്റംബറിൽ 6 ദിവസം ഉണ്ടാവും, ഒക്ടോബർ 31 ദിവസം ഉണ്ടാവും, നവംബർ 30 ദിവസം ഉണ്ടാവും, ഡിസംബർ 8 ദിവസം. ഡിസംബറിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഡിസംബറിൽ 8 ദിവസം. ദെൻ പോയിട്ട് തിരിച്ചു വരുന്നത് ഫെബ്രുവരി 15-നാണ്. ഫെബ്രുവരിയിൽ 15 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടാകും. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന മാർച്ച് 31 വരെ ഉണ്ടാകും. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താകുന്നില്ല, ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ നമുക്ക് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കാം. പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടോ എന്ന് നോക്കാം. അയാൾ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടാവും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 122 അങ്ങനെ കിട്ടും. അതേപോലെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ അയാൾ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകണം. അതും അയാൾ ഉണ്ടായിരിക്കും. കാരണം അയാൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നത് 2024-ലാണ്. അപ്പോൾ ഇയാൾ റെസിഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഓർഡിനറി റെസിഡൻ്റ് ആണ്. കാരണം 2024 മാത്രമേ പോകുന്നുള്ളൂ. അതിൻ്റെ മുമ്പുള്ള എല്ലാ കാലയളവിലും അയാൾ ഇന്ത്യയിലുണ്ട്. അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ റെസിഡൻ്റ് ആണ്, ഓർഡിനറി റെസിഡൻ്റ് ആണ് നമുക്കറിയാം. നമ്മൾ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയാൽ മതി. പ്രീവിയസ് ഇയറിൽ 60 ദിവസം അയാൾ ഇന്ത്യയിലുണ്ട്. അതിന് മുമ്പുള്ള 4 വർഷങ്ങൾ അയാൾ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ 365 ദിവസം ഉണ്ടായാൽ മതി. ഇയാൾ റെസിഡൻ്റ് ആണ്, ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.